السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയനായ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ആദർശരംഗത്ത് നിറസാന്നിധ്യമുണ്ടാകണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും സ്വന്തം ജീവിതത്തിലൂടെ ഖുർആനിൻ്റെ സന്ദേശം മാനവ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന QHLS മഹാസംഗമത്തിന് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്ത് നിരവധി ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഓരോ ദർശനങ്ങൾക്കും അവകളുടേതായ ആധികാരിക ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ മാറ്റങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ വിമോചനത്തിൻ്റെ സന്ദേശമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന നിരവധി ഗ്രന്ഥങ്ങൾക്ക് ഒരു പുരുഷായസ് വരെ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചരിത്രത്തിൻ്റെ ചവട്ടുകൊട്ടയിലേക്ക് തള്ളപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുന്നിൽ അത്ഭുതമായി നിലനിൽക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകം പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും മഹാത്ഭുത ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ നിൽക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും നേർക്കുനേരെ കാണാൻ കഴിയുന്ന ചില അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ഒരത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ഒരത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതത്തെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ മദ്യം ഇല്ലായ്മ ചെയ്യാൻ പോരാട്ടങ്ങളുടെ വർഷങ്ങളുടെ പഴക്കം നമുക്ക് കാണാൻ കഴിയും. മദ്യവിമുക്തമായൊരു നാട്, ലഹരിയില്ലാത്ത ഒരു നാട് സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിച്ച മഹാന്മാർ കടന്നുപോയിട്ടുണ്ട്. ഔപചാരികവും അനൗപചാരികവുമായ ഒട്ടനവധി സംഘടനകൾ മദ്യനിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാടിനെ മദ്യമുക്തമാക്കാൻ, മദ്യമുക്തമായൊരു നാടാക്കി മാറ്റാൻ സാധിച്ചുവോ? എത്രയോ വ്യക്തികളുടെ ജീവാർപ്പണം ചെയ്ത പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. വല്ല മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പ്രചരണം ഈ രൂപത്തിൽ നടന്നിട്ടും എത്രയോ 10 മടങ്ങ് അധികരിച്ചു എന്നല്ലാതെ ലവലേശം മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയുടെ മണ്ണിൽ ഒരു രൂപ പോലും ചിലവഴിക്കാതെ, യാതൊരു വിധമായ പ്രചരണ പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം കൊണ്ട് മദ്യത്തിൻ്റെ ആസക്തി നിലനിർത്തിയിരുന്ന ഒരു സമൂഹത്തെ
തീർത്തും മദ്യവിമുക്തമായ ഒരു സമൂഹമാക്കി മാറ്റാൻ കഴിഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്. മദ്യം പൈശാചികമാണ് എന്നും ഫഹൽ അന്തും മുന്തഹൂൻ, അത് ഒഴിവാക്കാൻ മനുഷ്യരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സമയമായില്ലേ എന്ന പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം കേട്ടപ്പോൾ മദ്യത്തിന്റെ കോപ്പകൾ കരുതിയിരുന്ന, അതിൻ്റെ വിൽപ്പനകളുമായി മുന്നോട്ട് നീങ്ങിയിരുന്ന സമൂഹം ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മദ്യത്തോട് ശക്തമായ വിയോജിപ്പ് വെച്ചു പുലർത്തിയ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ചരിത്രം പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ചോദ്യം ഈ ഭൂമിയിൽ മുഴങ്ങിയിട്ട് 1500ഓളം കൊല്ലമായി കഴിഞ്ഞു എങ്കിൽ ആ ചോദ്യം മുഴങ്ങിയ മണ്ണിൽ ഇതുവരെയും ഒരു മദ്യഷാപ്പ് തുറന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആനിന്റെ ആ ചോദ്യം മുഴങ്ങിക്കിട്ട് മദ്യത്തോട് ശക്തമായ എതിര് നിലപാടുകൾ പ്രഖ്യാപിച്ച ആ സമൂഹം ജീവിച്ച നാട്ടിൽ വർഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞു എങ്കിലും ഇതുവരെയും ഒരു ബാർ അവിടെ കാണാൻ കഴിയില്ല. അവിടെ ഒരു മദ്യഷാപ്പ് വന്നിട്ടില്ല. മനുഷ്യ ജീവിതത്തിലും ചിന്തയിലുമൊക്കെ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായിട്ടും വർഷങ്ങൾ 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടെ മദ്യത്തിന്റെ പ്രവർത്തനം നടത്തുന്ന, മദ്യത്തിന്റെ വിൽപ്പന നടത്തുന്ന ഒരു ശാലയുണ്ടായിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ ഒരു മഹാത്ഭുതമാണ് എന്ന ചോദ്യത്തിന് ഖുർആനിന്റെ ഭാഷയെക്കുറിച്ചോ ഖുർആനിന്റെ ശൈലിയെക്കുറിച്ചോ അറിയാത്തവർക്ക് ഇത് തന്നെ പോരെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ എന്ന് സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സമൂഹത്തിൽ വരുത്തിയ പരിവർത്തനം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അകത്തളത്തിലെ ഓരോ ആയത്തുകളും മനുഷ്യ മനസ്സുകളുടെ അകത്തളത്തിൽ നടത്തിയ പരിവർത്തനത്തിന്റെ സന്ദേശം ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായും ജാഹിലിയത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. തീർത്തും അന്ധകാര നിബിഡമായ ഒരു സമൂഹത്തിലേക്കല്ലേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായമായ സൂറത്തുൽ ജുമുഅ അതിന്റെ 2-ാമത്തെ വചനത്തിലൂടെ ആ സാഹചര്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പരിവർത്തനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉദ്ഘോഷിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അക്ഷരാർത്ഥത്തിൽ അന്ധകാര നിബിഡമായ ഒരു സമൂഹമായിരുന്നു. മദ്യത്തിന്റെ, മദിരാശിയുടെ, അക്രമത്തിന്റെ, അധർമ്മത്തിന്റെ, ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ വിരാജിച്ചിരുന്ന കാട്ടറബി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരരായ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തു. ആ സമൂഹത്തിലേക്ക്, നിരക്ഷരരായ സമൂഹത്തിലേക്ക് ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ആ സമൂഹത്തെ പഠിപ്പിച്ചു. അവരെ സംസ്കാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ചാനയിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിന്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്ന ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഖ്ലിന്റെ 58-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറയുകയാ, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ ഖലീം. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, ഒരു പെൺകുഞ്ഞ് പിറന്നു വീണാൽ അവരുടെ മുഖം കറുത്ത് കരുവാളിക്കുകയാണ്. ആ പെൺകുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ അവർ കുഴികുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ആ സമൂഹത്തോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതി കേൾപ്പിച്ചു. സൂറത്തു തക്വീർ അതിന്റെ 8-9 വചനങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് പെണ്ണാണ് എന്നറിഞ്ഞാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
പറയുന്നു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഓ പൊന്നുമക്കളെ, ജീവനോടുകൂടി കുഴിച്ചു മൂടിയ പെൺകുഞ്ഞുങ്ങളെ നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയിലേക്ക് നിർത്തപ്പെടുമ്പോ ആ പെൺകുഞ്ഞുങ്ങളെ അവരുടെ പിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ നിൽക്കുന്ന നിങ്ങളുടെ പൊന്നു പിതാക്കന്മാരുണ്ടല്ലോ, അവര് നിങ്ങളെ കുഴിച്ചു മൂടിയത് എന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് മോളെ എന്ന് ആ പൊന്നുമക്കളുടെ സാന്നിധ്യത്തിൽ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പൊന്നുമക്കളോട് ചോദിക്കുന്ന ഒരു രംഗം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചപ്പോ ആ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തന്നെ അവരുടെ മനസ്സുകളിൽ മാറ്റമുണ്ടായി. ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ആയത്താണ് മഹദി സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്ന് അവര് തന്നെ അവരുടെ ചരിത്രം നമ്മുടെ മുന്നിലേക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അറിയാത്ത മുസ്ലിംകൾ ഉണ്ടാകുകയില്ല. ആദ്യത്തെ രക്തസാക്ഷി വനിത അതേ സുമയ്യ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് മൂത്ത ഒരു സഹോദരിയുണ്ടായിരുന്നു, എനിക്ക് മുന്നേ ജനിച്ച ഒരു സഹോദരിയുണ്ടായിരുന്നു. അവള് പെണ്ണായി പോയതിന്റെ പേരിൽ എന്റെ പിതാവ് ജീവനോടുകൂടി കുഴിച്ചുമൂടി. രണ്ടാമത് ജനിച്ച എന്നെയും ജീവനോടുകൂടി കുഴിച്ചുമൂടാനൊരുങ്ങി. എന്റെ പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ടതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പിതാവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് ആരും കാണാതെ ഈ പെൺകുഞ്ഞിനെ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മാതാവ് അപേക്ഷിച്ചതിന്റെ ബലമാണ് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. ഈ ദാരുണമായ അവസ്ഥക്കെതിരെ മക്കയിൽ ചങ്കൂറ്റത്തോടുകൂടി ഈ കിരാതമായ പ്രവർത്തനത്തിനെതിരെ ശബ്ദിക്കാൻ ആണത്വമുള്ള ഒരാളും കടന്നു വന്നിട്ടില്ല. എന്നാൽ എനിക്ക് കാണാൻ കഴിഞ്ഞു, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയെ കുറിച്ച് ഉത്ബോധനം നടത്തിക്കൊണ്ട് ഈ കിരാതമായ പ്രവർത്തനത്തിനെതിരെ ശബ്ദിച്ചു എങ്കിൽ അതാണ് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്ന് സുമയ്യ റളിയല്ലാഹു തആല അൻഹ പറയുന്നു എങ്കിൽ, സഹോദരങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ജാഹിലിയത്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ പെൺഭ്രൂണഹത്യകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ ദിവസവും ജീവനുകൾ നഷ്ടപ്പെടുന്നത് യുദ്ധങ്ങൾ കണ്ടല്ല. ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്നത് യുദ്ധങ്ങൾ കൊണ്ടല്ല, കലാപങ്ങൾ കൊണ്ടല്ല, പട്ടിണി കൊണ്ടല്ല, മറിച്ചു ഭ്രൂണഹത്യ കൊണ്ടാണ് എന്ന് ലോകാരോഗ്യ സംഘടനകൾ ലോകത്തിന്റെ മുന്നിൽ വിശദീകരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിന്റെ പിന്നിൽ 400-ലധികം വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജഡം കുന്നുകൂടിയത് അടുത്ത ദിവസമാണല്ലോ വാർത്തകളിലൂടെ നാം വായിച്ചത്. വിശുദ്ധ ഖുർആൻ സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള അവകാശം നൽകി. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സ്ത്രീകളുടെ അവകാശം വകവെച്ചു നൽകുന്ന, അതിനു വേണ്ടി ശബ്ദിക്കുന്ന, അവരുടെ വിമോചനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആയിരങ്ങൾ ആ ഖുർആൻ വായിക്കുകയും അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ യാത്രക്കിടയിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയാണ്. തമിഴ്നാട്ടിലെ തമിഴ് ചലച്ചിത്ര പ്രവർത്തന രംഗത്തെ മുടിചൂടാ മന്നൻ എന്നറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു ഇളയരാജ എന്ന് പറയുന്ന ഇയാൾ. അദ്ദേഹത്തിൻ്റെ മകൻ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ ബന്ധുമിത്രാദികൾ, തൻ്റെ കൂട്ടുകാരി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇസ്ലാം ഏറെ ക്രൂശിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇസ്ലാമിന് നേരെ കല്ലേറുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, അത് ഭീകരതയുടെ മതമാണ് എന്ന് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തേ ഈ മതം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നേടാൻ കഴിയുന്നത് മുഴുവനും ഞാൻ നേടിയിട്ടുണ്ട്. അധികാരം എനിക്കുണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളുമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ പിടിച്ചു മുറുക്കിയ ഒരു ചോദ്യമുണ്ട്. ഈ അനന്തമായ
ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ജീവിതത്തിനൊരന്ത്യമുണ്ടാകുമല്ലോ. ഈ ജീവിതത്തിന്റെ അന്ത്യം എന്താണ്? എന്റെ അവസാനത്തെ ഈ കാലഘട്ടത്തിൽ എന്റെ അവസാനം എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്ന ഒരു ചോദ്യം എന്റെ മനസ്സിനെ പിടിച്ചു മുറുക്കി. അതിന് മറുപടി കണ്ടെത്താൻ ഞാൻ മഹർഷിമാരിലേക്ക് പോയി. വിവിധ വേദപുസ്തകങ്ങൾ വായിച്ചു, വിവിധ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു. എവിടെയും എന്റെ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ജീവിത യാത്രയുടെ അവസാനമെന്ത്? എന്താണ് ഞാൻ എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചു. പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചു. ആ ഖുർആനിലൂടെ എൻ്റെ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു. ആരെല്ലാം ഈ മതത്തെ ക്രൂശിച്ചാലും, ആരെല്ലാം ഖുർആനിനെ കുറ്റം പറഞ്ഞാലും, ആ ഖുർആനിനെ ഞാനിതാ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ, ആയിരങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും പരിവർത്തനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ആ ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി ഫദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുന്തും സാദിഖീൻ. അതേ പരിശുദ്ധ ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. ആരെയെല്ലാം നിങ്ങൾ കൂട്ടുപിടിച്ചാലും, ഈ പ്രപഞ്ചത്തിലുള്ള ഏതെല്ലാം സൃഷ്ടികളെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുകയാണ്. അതിലെ ഓരോ വാക്കുകളും എടുത്തു പരിശോധിച്ചാൽ അതിന്റെ ദൈവിക അടിത്തറ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാ. നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ലഹബ്. സൂറത്തുൽ ലഹബ് മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വം നമുക്ക് ബോധ്യപ്പെടാൻ. അതിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗമായ അബൂലഹബിനെ പ്രതിപാദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഇറങ്ങുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബും തന്റെ കുടുംബം, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ജമീലും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ വിറകുകളാകേണ്ടവരാ. അവര് ശാശ്വതമായിട്ട് നരകത്തിൽ കഴിഞ്ഞുകൂടാനുള്ളവരാണ്. അവരുടെ അന്ത്യം നരകം തന്നെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. സഹോദരങ്ങളെ, ഇതിന്റെ അത്ഭുതം, ഈ ചെറിയ സൂറത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബൂലഹബിനെ പോലെ ഇസ്ലാമിനെതിരെ നിലകൊണ്ട എത്രയെത്ര ആളുകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറയാൻ ഇറങ്ങുമ്പോ ഖണ്ഡന പ്രസംഗവുമായിട്ട് എഴുന്നേറ്റ് നിന്ന അബൂലഹബ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൃഗീയമായിട്ട് ആക്ഷേപിച്ചു, ക്രൂരമായിട്ട് ആക്രമിക്കാൻ രംഗത്ത് വന്നു. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായി നിലകൊണ്ടപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അബൂലഹബിനെ കുറിച്ച് പറഞ്ഞു, അവന് ശാശ്വതമായി നരകത്തിൽ പതിക്കാനുള്ളവനാ, അവൻ നരകത്തിൽ കഴിഞ്ഞുകൂടാനുള്ളവരാ. സഹോദരങ്ങളെ, നാം ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെതിരെ സംസാരിച്ചത് അബൂലഹബ് മാത്രമാണോ ചരിത്രത്തിൽ? അബൂലഹബ് മാത്രമാണോ ഇസ്ലാമിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഹബീബായ പ്രവാചകനെതിരെ സംസാരിച്ചത്? നിരവധി ആളുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധശത്രുവായിട്ട് നിലനിന്നിട്ടുണ്ട്. ഉഹദിന്റെ പോർക്കളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിട്ട് നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു അബൂ സുഫിയാൻ എന്ന് പറയുന്നയാൾ. അബൂ സുഫിയാനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞില്ല സയസ്ലാ നാറൻ, അബൂ സുഫിയാൻ നരകത്തിലാണ് എന്ന് പറഞ്ഞില്ല. ഉഹദിന്റെ പോർക്കളത്തിൽ സേനാ നായകനായ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്ന കാലഘട്ടമുണ്ട്. ഒരിക്കലും ഖുർആൻ പറഞ്ഞില്ല ഖാലിദ് ബിൻ വലീദ് നരകത്തിലാണ് എന്ന്. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് കടന്നുപോയ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽപ്പെട്ട തന്റെ പ്രവാചകമുത്തിന്റെ കൊച്ചാപ്പയായ ഇളയാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മർഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഹംസയുടെ നെഞ്ചകം കുത്തിക്കീറിയിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, മൂക്കുകൾ മുറിച്ചെടുത്തു, കാതുകൾ മുറിച്ചെടുത്തു, വിരലുകൾ മുറിച്ചെടുത്തിട്ട് വികൃതമാക്കി കിടത്തിയ ഒരു രംഗം നമുക്കറിയാം. ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഇളാപ്പയുടെ വികൃതമായ മുഖം കാണുമ്പോ, വികൃതമായ ശരീരം കാണുമ്പോ, ഓ ഹംസ അമ്മി റസൂലില്ലാ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അതിന് കാരണക്കാരനായ വഹ്ശിയെ നോക്കിയിട്ട് ഖുർആൻ പറഞ്ഞില്ല സയസ്ലാ നാറൻ, വഹ്ശി നരകത്തിലാണ് എന്ന് പറഞ്ഞില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവരെല്ലാം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു, ഇവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ഖുർആൻ പറയുന്നു അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോൾ ഇറങ്ങിയ ആയത്ത് അബൂലഹബ് നരകത്തിൽ തന്നെയാണ്. ഇത് തന്നെ പോരെ സഹോദരങ്ങളെ, ഖുർആനിന്റെ ദിവ്യത്വം, ഖുർആനിന്റെ മഹാത്ഭുതം നമുക്ക് അതിന്റെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ ബോധ്യപ്പെടുത്തി തരാൻ. ഇതുപോലെ എത്രയെത്ര അത്ഭുതങ്ങളുടെ വാക്കുകളാണ് ഖുർആൻ വായിക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി എന്നെ ശ്രമിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, സഹോദരങ്ങളെ, നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിനെ വികലമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഭീകരതയുടെ സന്ദേശം വിഭാവനം ചെയ്യുന്ന വേദഗ്രന്ഥമാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി പരിശുദ്ധ ഖുർആൻ ആ സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ജിഹാദ്, ആ ഖുർആൻ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രബോധനം ചെയ്യുക എന്ന വിശ്രമമില്ലാത്ത പരിശ്രമത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങേണ്ട ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ട്. അതിന് പ്രചോദനമേകട്ടെ ഈ സംഗമം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ചിലവഴിച്ച സമയങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.